വെൽക്കം ടു കോംമേറ്റ് എഡ്യൂക്കേറ്റർ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓഡിറ്റിങ്ങിൻ്റെ കുറച്ച് ബേസിക് കൺസെപ്റ്റ്സ് ആണ്. നമുക്കറിയാം PSC എക്സാമിന് കേരള ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റ് PSC എക്സാമിന് മൊഡ്യൂൾ 10 വരുന്നത് ഓഡിറ്റിംഗ് ആണ്. മൊഡ്യൂൾ 1 നമ്മൾ ഓൾറെഡി വീഡിയോസ് ചെയ്യുന്നുണ്ട്. സോ കുറച്ചധികം പാർട്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണുക. അത് ഐ ബട്ടണിലും എൻ്റെ സ്ക്രീനിലും കൊടുക്കുന്നതായിരിക്കും. അപ്പം ഇന്ന് തൊട്ട് നമ്മൾ ഓഡിറ്റിംഗ് കൂടി ഇതിൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ബേസിക് ഓഫ് ഓഡിറ്റിംഗ് നമുക്കൊന്ന് നോക്കാം. അപ്പം ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ദ വേർഡ് ഓഡിറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ഒഡയർ. ലാറ്റിൻ വേർഡ് ഒഡയർ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് ഓഡിറ്റ് എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്യുന്നത്. ഇത് മുൻപ് PSC ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സോ അത് നോട്ട് ചെയ്ത് വെച്ചൊന്ന് പഠിക്കുക. വിച്ച് മീൻസ് ടു ഹിയർ. അതിൻ്റെ മീനിങ് ടു ഹിയർ എന്നുള്ളതാണ്. ഇത് മുൻപ് ഒരു പ്രാവശ്യം അക്കൗണ്ടൻറ്റിന് PSC ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ബേസിക്കലി എന്താണ്? ഇറ്റ് ഈസ് ദ വെരിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ഡിസ്ക്ലോസ്ഡ് ബൈ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റാണോ എന്ന് വെരിഫൈ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ നോർമലി ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷൻ കൂടി നമുക്ക് നോക്കാം. Auditing is concerned with the verification of accounting data, determining the accuracy and reliability of accounting statements and reports. ഓക്കെ, അപ്പോൾ RK മോഡ്സിൻ്റെ ഡെഫിനേഷനാണ്. അതായത് എന്താണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്? നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ റിലയബിലിറ്റിയും ആക്യുറസിയും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് ഡാറ്റേനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വെരിഫൈ ചെയ്യുന്നു. ആ വെരിഫിക്കേഷൻ പ്രോസസ്സിനെയാണ് നമ്മൾ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഓഡിറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓഡിറ്റിങ്ങിൽ നമ്മൾ ഒബ്ജക്റ്റീവ്സ് പറയുമ്പോൾ മെയിനായിട്ടും ടു ടൈപ്സിൽ നമുക്ക് പറയാം. മെയിൻ ഒബ്ജക്റ്റീവും സബ്സിഡിയറി ഒബ്ജക്റ്റീവും ഒബ്ജക്റ്റീവ്സ് എന്ന് നമുക്ക് പറയാം. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് റിലയബിലിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും കറക്റ്റ് ആണോ, റിലയബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഓഡിറ്റിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്. The objective is to ensure that accounts reveal a true and fair view of business and its transactions. അതായത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ട്രൂ ആയിട്ടുള്ള കാര്യങ്ങളാണോ, ബാലൻസ് ഷീറ്റിൽ കൊടുത്തിരിക്കുന്ന അസറ്റ്സും ലയബിലിറ്റീസ് എല്ലാം നമുക്ക് ഒറിജിനൽ ഉള്ളതാണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡറി ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ സബ്സിഡിയറി ഒബ്ജക്റ്റീവ്സ് എന്ന് നമുക്ക് പറയാം. സബ്സിഡിയറി ഒബ്ജക്റ്റീവ്സിൽ വരുന്നതാണ് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ് എന്ത് ചെയ്യുക, ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ചിട്ട് ഉണ്ടെങ്കിൽ തന്നെ അത് പ്രിവെൻറ്റ് ചെയ്യുക, ഫ്രോഡ് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സബ്സിഡിയറി ഒബ്ജക്റ്റീവിൽ വരുന്നത്. അപ്പോൾ ഈ ഫ്രോഡ് എന്ന് വെച്ചാൽ എന്താണ്? ഫ്രോഡ് റെഫേഴ്സ് ടു ഇൻറ്റൻഷണൽ മിസ്റെപ്രസെൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. അപ്പോൾ എന്താണ്? നമ്മൾ വേണമെന്ന് വെച്ചിട്ട് ഇൻറ്റൻഷനലി നമ്മൾ എന്ത് ചെയ്യുന്നു? ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ തെറ്റായി കാണിക്കുന്നു, മിസ്റെപ്രസെൻറ്റ് ചെയ്ത് കാണിക്കുന്നതിനെയാണ് നമ്മൾ ഫ്രോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രോഡിൽ എന്തൊക്കെ കാര്യങ്ങൾ വരാം? ഫ്രോഡിൽ എന്തൊക്കെ കാര്യങ്ങൾ വരാം എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മാനിപ്പുലേഷൻ അല്ലേ? മാനിപ്പുലേഷൻ, ഫോൾസിഫിക്കേഷൻ ആൻഡ് ഓൾട്ടറേഷൻ ഓഫ് റെക്കോർഡ്സ് ഓർ ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ മാനിപ്പുലേഷൻ, അതായത് മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്തെങ്കിലും ഇപ്പം ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് നമ്മൾ അയാളുടെ അറിവില്ലാതെ നമ്മളൊരു കാര്യം നമ്മുടെ അക്കൗണ്ട്സിൽ ചേർക്കുന്നു. ഇപ്പോൾ അൺഓതറൈസ്ഡ് യൂസ് ഓഫ് അനദേഴ്സ് നെയിം, ഐഡൻറ്റിറ്റി, പ്രോപ്പർട്ടി, ഇതൊക്കെ നമുക്ക് മാനിപ്പുലേഷനായിട്ട് പറയാം. പിന്നെ അടുത്തതാണ് ഫാൾസിഫിക്കേഷൻ. എന്ന് പറഞ്ഞാൽ വേണമെന്ന് വെച്ചിട്ട് തന്നെ നമ്മൾ മിസ്റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, ഏകദേശം എല്ലാം ഒരേ മീനിങ് തന്നെയാണ്. വേണമെന്ന് വെച്ചിട്ട് നമ്മൾ ഡെലിബറേറ്റ്ലി നമ്മൾ എന്ത് ചെയ്യുക? മിസ്റെപ്രസെൻറ്റിങ് സംതിങ്. ഓക്കെ, ഓൾട്ടറേഷൻ എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തുള്ള കാര്യം ഉള്ളതുപോലെ കാണിക്കാതെ ഓൾട്ടറേറ്റ് ചെയ്തിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിനാണ് ഓൾട്ടറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രോഡിൽ വരുന്നതാണ്. പിന്നെ അടുത്തതാണ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് അസറ്റ്സ്. ഓക്കെ, മിസ്അപ്രോപ്രിയേഷൻ ഓഫ് അസറ്റ്സ് എന്ന് വെച്ചാൽ മറ്റൊരാളുടെ പ്രോപ്പർട്ടി എന്ത് ചെയ്യുക? നമ്മൾ അൺഓതറൈസ്ഡ് യൂസ് ചെയ്യുന്നതിനാണ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് അസറ്റ് എന്ന് പറയുന്നത്. ദെൻ സപ്രഷൻ ഓഫ് എഫക്റ്റ് ഓഫ് ട്രാൻസാക്ഷൻ ഫ്രം റെക്കോർഡ്സ് ഓർ ഡോക്യുമെൻറ്റ്സ്.
അതായത് പിന്നെ എന്തെങ്കിലും ട്രാൻസാക്ഷൻസിൻ്റെ എഫക്റ്റ് ഉണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, കാണിക്കാതെ സപ്രസ് ചെയ്ത് വെക്കുന്നു. അത് റെക്കോർഡിലൊന്നും കാണിക്കാതെ സപ്രസ് ചെയ്ത് വെക്കുന്നു. ദെൻ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ വിതൗട്ട് സബ്സ്റ്റൻസ്, പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാതെ നമ്മൾ അതിനൊരു ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിലും നമ്മളതിന് റെക്കോർഡ് ചെയ്യുന്നു. ദെൻ മിസ് ആപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് എല്ലാം മിസ് ആപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ ഫ്രോഡിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. അപ്പം ഇത്തരം ഫ്രോഡുകളെല്ലാം ഡിറ്റക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ദെൻ നെക്സ്റ്റ് സെക്കൻഡറി ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ സബ്സിഡിയറി ഒബ്ജക്റ്റീവായിട്ട് വരുന്നതാണ് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ്. തെറ്റുകൾ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുക, അത് പ്രിവെൻറ്റ് ചെയ്യുക. അപ്പം എറേഴ്സ് എങ്ങനെയാണ് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക? ത്രൂ ചെക്കിംഗ് ആൻഡ് വൗച്ചിങ് തറോലി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ തറോലി ചെക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വൗച്ച് ചെയ്യുമ്പോഴൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, എറേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നത്. ലെഡ്ജർ അക്കൗണ്ട്, വൗച്ചേഴ്സ്, ഇതിലെല്ലാം നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്സ്, അതായത് ന്യൂമറിക്കൽ എറേഴ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ, വേറെ ഏതെങ്കിലും പോസ്റ്റിംഗ് ചെയ്യുമ്പോൾ എന്തെങ്കിലും എറേഴ്സ് വന്നിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നു. സോ ഇതാണ് മെയിനായിട്ടും ഓഡിറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ഒരു കൺസെപ്റ്റാണ്, ഇത് ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ വന്നേക്കാം. ഓഡിറ്റർ ഈസ് എ വാച്ച് ഡോഗ് നോട്ട് ബ്ലഡ് ഹൗണ്ട്. ഓഡിറ്റർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു വാച്ച് ഡോഗ് ആയിരിക്കണം. അതായത് നമ്മൾ ആ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടെല്ലാം വാച്ച് ചെയ്ത് അവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ, എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റായിട്ടുണ്ടോ എന്ന് നമ്മൾ വാച്ച് ചെയ്ത് പറഞ്ഞു കൊടുക്കണം, ഓണറിന് പറഞ്ഞു കൊടുക്കുന്ന ഒരാളായിരിക്കണം. ബട്ട് നോട്ട് എ ബ്ലഡ് ഹൗണ്ട് എന്ന് വെച്ചാൽ ബ്ലഡ് ഹൗണ്ട് എന്ന് വെച്ചാൽ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ തെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തന്നെ അതിനു വേണ്ടി തന്നെ പ്രവർത്തിക്കുക. റിലൻലെസ് പെർസ്യൂവർ എന്ന് നമ്മൾ പറയും. അതായത് ഇപ്പം വേറൊരു മീനിങ് പറയുകയാണെങ്കിൽ എ ഹണ്ടർ സീക്കിംഗ് ഔട്ട് ഫ്രോഡ്, മിസ്കണ്ടക്ട് ഓർ എറേഴ്സ് ദാറ്റ് ആർ നോട്ട് ഇമ്മീഡിയറ്റ്ലി അപ്പാരൻറ്റ്. അതായത് നമ്മൾക്ക് ഇങ്ങനെ നോർമലി നോക്കിക്കഴിഞ്ഞാലൊന്നും കാണൂല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, കണ്ടിന്യൂസ്ലി ആ എറർ കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെ നമ്മൾ അതിനു വേണ്ടി പണിയെടുക്കുമ്പോൾ അതിനെയാണ് നമ്മൾ ബ്ലഡ് ഹൗണ്ട് എന്ന് പറയുന്നത്. അപ്പം എ പേഴ്സൺ ഹൂ ഈസ് ഡൂയിങ് വർക്ക് ഓഫ് ഓഡിറ്റ് ഈസ് നോൺ ആസ് ഓഡിറ്റർ. അതായത് ഓഡിറ്റ് വർക്ക് ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ ഓഡിറ്റർ എന്ന് പറയുന്നത്. കമ്പനീസ് ആക്ട് 2013 പ്രകാരം സെക്ഷൻ 141 പറഞ്ഞിരിക്കുന്നത് എ പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യ ക്യാൻ ആക്ട് ആസ് ആൻ ഓഡിറ്റർ. അതായത് ഒരു പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടന്റിന് എന്താണ്, ഓഡിറ്ററായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ഒഡെയർ എന്നുള്ള വേർഡിൽ നിന്നാണ് ഈ ഓഡിറ്റ് എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഓഡിറ്റർ ഈസ് എ വാച്ച് ഡോഗ് ബട്ട് നോട്ട് എ ബ്ലഡ് ഹൗണ്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കേസാണ് ജസ്റ്റിസ് ലോബ്സ് ഇൻ കേസ് ഓഫ് കിങ്സ്റ്റൺ കോട്ടൺ മിൽ. അപ്പോൾ ഈ വേണമെങ്കിൽ ജസ്റ്റ് ഈ കേസ് ഒന്ന് നമുക്ക് ഓർത്ത് വെക്കാം, കാരണം ചിലപ്പോൾ PSC ചോദിച്ചേക്കാം. ജസ്റ്റിസ് ലോബ്സ് ഇൻ കേസ് ഓഫ് കിങ്സ്റ്റൺ കോട്ടൺ മിൽ 1986 UK quoted that auditor is a watchdog not a bloodhound. Auditor എന്ന് പറയുന്ന watchdog മാത്രമാണ്, not a bloodhound. A watchdog is defined by the American Heritage Dictionary as one who serves a guardian or protector against waste laws or illegal practices. അപ്പം വാച്ച്ഡോഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഗാർഡിയനെ സെർവ് ചെയ്യുന്ന ആൾ അല്ലേ, ഒരു സെർവൻ്റ് ആണ് വാച്ച്ഡോഗ്. അതുപോലെ തന്നെ പ്രൊട്ടക്ടർ ഫ്രം വേസ്റ്റ് ലോസ് ഓർ ഇല്ലീഗൽ പ്രാക്ടീസസിൽ നിന്നും അതുപോലെ എന്തെങ്കിലും വേസ്റ്റ് ആയിട്ടുള്ള ലോസിൽ നിന്നും എന്ത് ചെയ്യുന്നു, ആ ഗാർഡിയനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. എ ബ്ലഡ് ഹൗണ്ട് ഈസ് ഡിഫൈൻഡ് ഇൻഫോർമലി ബൈ ദ സെയിം ഡിക്ഷണറി ആസ് റിലൻലെസ് പെർസ്യൂയർ. ഓക്കെ, റിലൻലെസ് പെർസ്യൂയർ എന്നുള്ളതാണ് ബ്ലഡ് ഹൗണ്ടിൻ്റെ മീനിങ് വരുന്നത്. അതായത് എന്ത് ചെയ്യുക, അത് കണ്ടുപിടിക്കാൻ വേണ്ടി അതിനു വേണ്ടി തന്നെ ആഴത്തിൽ ഇറങ്ങി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളെയാണ് ബ്ലഡ് ഹൗണ്ട് എന്ന് പറയുന്നത്. Then auditor needs to discharge his responsibility of forming an opinion and reporting responsibility as per SA. SA means standards on auditing. Standards on auditing എന്നുള്ളതാണ് SA എന്ന് പറയുന്നത്. Standards on auditing 700 to 720 as well as given in the Companies Act 2013 under section 143(12) in prescribed form number ADT 4. അതായത് ഓഡിറ്ററിൻ്റെ മെയിൻ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്
കറക്റ്റായിട്ട് വെരിഫൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അവരുടെ ഒപ്പീനിയൻ വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഒപ്പീനിയൻ കറക്റ്റാണോ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം കറക്റ്റാണോ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ള അവരുടെ ഒപ്പീനിയൻ കറക്റ്റായിട്ട് ഫോം ചെയ്ത് അത് റിപ്പോർട്ട് ചെയ്യുക. ആസ് പെർ സ്റ്റാൻഡേർഡ് ഓഡിറ്റിംഗ് 700 to 720. Auditor should investigate thoroughly, but he is also not expected to be of suspicious mind. അതായത് thoroughly ഒരു ഓഡിറ്റർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, അത് അയാളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷേ എല്ലാം ഒരു സസ്പീഷ്യസ് മൈൻഡോട് കൂടി കാണാൻ വേണ്ടി പാടില്ല. ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഇതിലെന്തോ മിസ്റ്റേക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലോ എന്ന ആ ഒരു സസ്പീഷ്യസ് മൈൻഡോട് കൂടി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പാടില്ല. ഇനി നമുക്ക് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഒന്ന് അതിൻ്റെ ഓവർവ്യൂ നോക്കി വെക്കാം. ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുന്നത് ഓഡിറ്റിംഗ് അഷ്വറൻസ് സ്റ്റാൻഡേർഡ് ബോർഡാണ്, AASB ആണ്. ഫ്രെയിംവർക്ക് ഫോർ ഓഡിറ്റ് അഷ്വറൻസ് ആൻഡ് അതർ സർവീസ് എൻഗേജ്മെൻറ്റ്സ്. അപ്പോൾ ഈ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഗീവ്സ് എ ഫ്രെയിംവർക്ക് ഫോർ ഓഡിറ്റ് അഷ്വറൻസ് ആൻഡ് അതർ സർവീസ് എഗ്രിമെൻറ്റ്സ്. ഇനി സ്റ്റാൻഡേർഡ്സ് ഫോർ ക്വാളിറ്റി കൺട്രോൾ. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ്സിനെ തന്നെ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സിനെ തന്നെ ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ വരുന്നത് സ്റ്റാൻഡേർഡ്സ് ഫോർ ക്വാളിറ്റി കൺട്രോളിനുള്ള സ്റ്റാൻഡേർഡ്സ് ആണ്. സ്റ്റാൻഡേർഡ്സ് ഫോർ ക്വാളിറ്റി കൺട്രോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 to 99 ആണ്. ഇനി സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് SA അത് വരുന്നത് 100 to 999 വരെയാണ്. ദെൻ അത് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. SA സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് 100 to 199 വരെ ഇൻട്രൊഡക്ടറി മാറ്റേഴ്സ് ആണ് ഡീൽ ചെയ്യുന്നത്. 200 to 299 ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. 300 to 499 റിസ്ക് അസസ്മെൻറ്റ് ആൻഡ് റെസ്പോൺസ് ടു അസസി റിസ്ക്. 500 to 599 ഓഡിറ്റ് എവിഡൻസ് ആണ്. 600 to 699 യൂസിങ് വർക്ക് ഓഫ് അതേഴ്സ്. ദെൻ 700 to 799 ഓഡിറ്റ് കൺക്ലൂഷൻസ് ആൻഡ് റിപ്പോർട്ടിംഗ്. 800 to 899 സ്പെഷ്യലൈസ്ഡ് ഏരിയാസ്. ഇനി അടുത്ത ഒരു സ്റ്റാൻഡേർഡ്സ് വരുന്നതാണ് SRE, അതായത് സ്റ്റാൻഡേർഡ്സ് ഓൺ റിവ്യൂ എൻഗേജ്മെൻറ്റ്സ്. അത് വരുന്നത് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 2000 to 2699 വരെയാണ്. ദെൻ നെക്സ്റ്റ് വരുന്ന ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ്സ് ഓൺ അഷുറൻസ് എൻഗേജ്മെൻറ്റ്സ് SAE ആണ്. 3000 to 3699. ദെൻ നെക്സ്റ്റ് വരുന്നത് സ്റ്റാൻഡേർഡ്സ് ഓൺ റിലേറ്റഡ് സർവീസസ് SRS ആണ്. 4000 to 4699. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് നമ്മൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. SQC സ്റ്റാൻഡേർഡ്സ് ഫോർ ക്വാളിറ്റി കൺട്രോൾ. ദെൻ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് SA എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ്. ദെൻ സ്റ്റാൻഡേർഡ്സ് ഓൺ റിവ്യൂ എൻഗേജ്മെൻറ്റ്, സ്റ്റാൻഡേർഡ്സ് ഓൺ അഷുറൻസ് എൻഗേജ്മെൻറ്റ്, സ്റ്റാൻഡേർഡ്സ് ഓൺ റിലേറ്റഡ് സർവീസസ്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഒരു നമ്മുടെ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഒന്ന് ഓവർവ്യൂ മാത്രമാണ്. സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല, ജസ്റ്റ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തു മാത്രമേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സ്കോപ്പ് ഓഫ് ഓഡിറ്റ്, അതായത് ഓഡിറ്റിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഫസ്റ്റ് നമുക്ക് നോക്കാം വാട്ട് ഇറ്റ് ഇൻക്ലൂഡ്സ്. എന്തൊക്കെയാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ടേമിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കവറേജ് ഓഫ് ഓൾ ആസ്പെക്ട്സ് ഓഫ് എൻറ്റിറ്റി റെലവൻറ്റ് ടു ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ബീയിങ് ഓഡിറ്റഡ്. അപ്പോൾ എന്താണ് ആ ഫിനാൻഷ്യൽ ഓഡിറ്റ് ചെയ്യുന്ന ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ ആസ്പെക്ട്സും എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. ദെൻ റിലയബിലിറ്റി ആൻഡ് സഫീഷ്യൻസി ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ്റെ റിലയബിലിറ്റി അതുപോലെ തന്നെ സഫീഷ്യൻസി. പ്രോപ്പർ ഡിസ്ക്ലോഷർ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാണ്, അത് ചെക്ക് ചെയ്യണം ഓഡിറ്റർ, ഈ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മളൊരു കമ്പനിയിൽ ഓഡിറ്റിങ്ങിന് പോകുമ്പോൾ അവർ നമുക്ക് കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ നമുക്ക് തരണം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് തന്നിരിക്കണം. ദെൻ എക്സ്പ്രഷൻ ഓഫ് ആൻ ഒപ്പീനിയൻ ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ തറവായിട്ട് ചെക്ക് ചെയ്തിട്ട് അതിനൊരു ഒപ്പീനിയൻ നമ്മൾ കൊടുക്കണം. ഇതെല്ലാം കറക്റ്റാണോ, വെരിഫൈ ചെയ്ത കാര്യങ്ങളെല്ലാം കറക്റ്റാണോ, എന്തെങ്കിലും എററോ ഫ്രോഡോ ഉണ്ടോ എന്നൊക്കെ നമ്മൾ പറയണം. ഇനി വാട്ട് ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഓർ വാട്ട് ഇറ്റ് എക്സ്ക്ലൂഡ്സ്, എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി ഓഫ് പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഓഫ് കോഴ്സ് അല്ലേ, നമുക്കറിയാം ആരാണ് ആ ബിസിനസ്സിലുള്ള ആൾക്കാരാണ്, ബിസിനസ്സാണ് എന്ത് ചെയ്യേണ്ടത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓഡിറ്റർ അല്ല ഒരിക്കലും പോയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നു. ഓഡിറ്റർ ആ പ്രിപ്പയർ ചെയ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ദെൻ ഡ്യൂട്ടീസ് ഔട്ട്സൈഡ് ദ സ്കോപ്പ് ഓഫ് കോമ്പീറ്റൻസ് ഓഫ് ഓഡിറ്റർ, അതായത് ഓഡിറ്ററിൻ്റെ ആ ഡ്യൂട്ടീസിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ മാത്രമേ ഓഡിറ്റർ ചെയ്യുള്ളൂ, ഔട്ട്സൈഡ് ദ സ്കോപ്പ് ഓഫ് ഓഡിറ്റർ ഒരിക്കലും ചെയ്യില്ല. ദെൻ എക്സ്പെർട്ടൈസ് ഇൻ ഓതൻറ്റിക്കേഷൻ ഓഫ്
ഡോക്യുമെൻറ്റ്സ്. ഒരിക്കലും ഈ ഡോക്യുമെൻറ്റ്സ് ഒതൻറ്റിഫിക്കേഷൻ ചെയ്യാനുള്ള ആ ഒരു കാര്യം ഓഡിറ്റിങ്ങിൽ ഉള്ളതല്ല. ഒതൻറ്റിക്കേഷൻ അല്ല ചെയ്യുന്നത്, മറിച്ച് എന്താണ്, ഒരു ഒപ്പീനിയനാണ്. അതായത് ഓഡിറ്റർ ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കാര്യങ്ങളെല്ലാം കൃത്യമാണ് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഒതൻറ്റിഫൈ ചെയ്യുന്നില്ല ഒരിക്കലും. അയാളുടെ ഒപ്പീനിയൻ റിപ്പോർട്ടിലൂടെ പറയുന്ന മാത്രമേ ഉള്ളൂ. ദെൻ ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ എന്തെങ്കിലും ഒരു ഫ്രോഡ് ഉണ്ടെന്ന് കണ്ടാൽ അത് ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ഒരിക്കലും ഓഡിറ്റർ അല്ല ചെയ്യേണ്ടത്. ആ കമ്പനി അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് എന്ത് ചെയ്യണം, ഡീറ്റെയിൽഡ് ആയിട്ട് വേറൊരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചിട്ട് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ് വേണ്ടത്. അത് ഓഡിറ്റിങ്ങിൻ്റെ ഉള്ളിൽ പരിധിയിൽ വരുന്നതല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓഡിറ്റിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് വീഡിയോ മാത്രമാണ്. ഇനി ബാക്കിയുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. സോ കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും